ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ പൊതുവേ രാവിലത്തെ വ്ളോഗ് അല്ലെങ്കിൽ രാത്രിയത്തെ വ്ളോഗ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകിട്ട് വരെ അങ്ങനെയൊക്കെയാണ് ഞാൻ പൊതുവേ വ്ളോഗ് ഇതുവരെ എടുത്തിട്ടുള്ളത്. കുറച്ച് വ്ളോഗ്സേ ചെയ്തിട്ടുള്ളൂ, എങ്കിലും അങ്ങനെയാണ് പതിവുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ദേവുട്ടിയുടെ അരങ്ങേറ്റം ദിവസമാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനും ദേവുട്ടിയും ഒക്കെ രാവിലെ തന്നെ ഗുരുവായൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരാണ് അരങ്ങേറ്റം നടക്കുന്നത്. ഞാൻ ഷോർട്സിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിംബുവിന് ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പിലാണ് വിടാറുള്ളത്. അപ്പം പോണ വഴിക്ക് ആളെയും ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആളും റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. എന്താണെന്നറിയില്ല, നമ്മൾ ജിംബ് കൂട്ടാൻ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ടൈം കളി 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 എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എൻ്റെ അടിപൊളിയാണ്. അതുകൊണ്ടൊന്ന് ജിംബ് എന്തായാലും റെഡിയായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അമ്മാമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ കേട്ടോ. ഈ പരിപാടികളൊക്കെ 2 ദിവസം മുന്നേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് ചേച്ചി. പക്ഷേ അമ്പലത്തിൽ പോക്ക്, അതുപോലെ ഈ റിഹേഴ്സൽ ലാസ്റ്റ് ടൈം അതൊക്കെ ആയപ്പം ഈ പരിപാടിക്കൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അമ്മാമ്മമാരുടെ രാവിലെ തന്നെ കുളിച്ച് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. പിന്നെ അവരങ്ങ് പോയി. ഇനിയിപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യക്കുട്ടൻ ഇന്നിപ്പം പോകുന്നില്ല. കാരണം 7 മണിയൊക്കെ കഴിയും കേട്ടോ ആൾ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക്. അപ്പോൾ 7:30ക്കാണ് നമ്മൾ ഗുരുവായൂർ ഡാൻസ് തുടങ്ങുക. അപ്പോൾ പിന്നെ ആളിന്ന് ലീവാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം അപ്പൂൻ്റെ കൂടെ കളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇന്ന് എല്ലാവർക്കും തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഉപ്പുമാവും ചെറുപഴവും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പാൽച്ചായ ഉണ്ടാക്കാമെന്ന്. കാരണം കുറേ ദിവസമായിട്ടൊരു പാൽച്ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, യാത്ര പോകാനുണ്ട്. അങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് ഒരു അടിപൊളി ചായ ഉണ്ടാക്കി കേട്ടോ. കുറേ ദിവസം കൊണ്ട് കുടിക്കാത്തതുകൊണ്ട് കുറേ ദിവസമായിട്ട് കുടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോഴേക്ക് ഇതേ വിനിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വിനിച്ചേട്ടൻ കുറേ ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവരാനായിട്ട് വന്നപ്പം വിനിച്ചേട്ടന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യ കൂട്ടനൊരു മിഠായി കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ അവിടേക്ക് ഇതിന് പറയുക ഗ്യാസ് മിഠായി കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുവേ. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മിഠായി. പിന്നെ അതുപോലെ ജോക്കർ, അതുപോലെ തേങ്ങ മിഠായി, അങ്ങനെ 2-3 നാടൻ മിഠായികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കമ്പഴാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 90 തുടങ്ങിയപ്പം തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. റെസിപ്പി ഞാൻ ഓൾറെഡി ഉണ്ടാക്കുന്ന സംഭവമൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒരു ഹെർബ്സും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള റൈസും അതുപോലെ പനീർ ബട്ടർ മസാല. ഇത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അതുകൊണ്ട് മക്കൾക്കും വിൻചേട്ടനും എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റുള്ള ഒരു റെസിപ്പിയാണ്. കൊടുക്കുകയാണ് ജിംബുവിന്. അപ്പോൾ ജിംബുവിന് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ ആൾ ഒറ്റയ്ക്ക് കഴിക്കും. ഇഷ്ടമില്ല, അതുപോലെ ബോറടിക്കുന്നൊക്കെ സമയമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു. 2-3 ട്രിപ്പൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് റൈസ്, ആദ്യം ബസ്മതി റൈസ് ഒന്ന് ഇച്ചിരി വേവിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തികഞ്ഞില്ല. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ബാച്ച് ദേവുട്ടിക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത്ര കുറേ സമയം ഉണ്ടായിരുന്നില്ല. 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്ക് കഴിക്കലെല്ലാം കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേഗം റെഡിയാവാണ് കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനെയാണ് പ്ലാനിങ്. അപ്പോൾ വല്യമ്മയുടെ സാരികളൊക്കെ ആക്കിയിട്ട് ഒന്നും റെഡി ആയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഞാൻ റെഡി ആക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെഡിയായി. എനിക്കിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വണ്ണം തോന്നുമായിരുന്നു കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ വണ്ണം വെച്ചെന്ന് തോന്നുന്നുണ്ട്. അതോ അന്ന് ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഇത്ര അങ്ങ് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് ബൾജി നിൽക്കുന്നുണ്ട്. പിന്നെ വണ്ണം ചിലപ്പോൾ കൂടിയിട്ടുണ്ടായിരിക്കാം അല്ലേ. അങ്ങനെ ഇനി ഇതൊക്കെ മാറ്റാൻ, അതായത് കുറയ്ക്കാനായിട്ട് ഇനി എന്തൊക്കെ ഞാൻ കഷ്ടപ്പെടണം എന്നായിരിക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ കുറച്ചെടുക്കും. കാരണം 68 കിലോ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി ചെമ്മാപ്പള്ളി പോയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് തകൃതിയായിട്ട് നോക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബോഡിയിൽ പണി കിട്ടും. ഇങ്ങനെ ഞാൻ 3 പിള്ളേരെയും റെഡിയാക്കിയിട്ടതേ ഞാൻ ഇറങ്ങുകയാണ്. നല്ല ടാസ്ക്കാണ് കേട്ടോ 3 പേരും ഒരുമിച്ച് റെഡിയാക്കാനായിട്ട്. ജിംബുവിന് പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഡ്രസ്സും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ മതി. ഒറ്റയ്ക്ക് റെഡി ആവട്ടെ. ജസ്റ്റ് ഒന്ന് ഹെയർ കോംബ് ചെയ്യാനൊക്കെ മാത്രം നിന്നാൽ മതി. പക്ഷേ അപ്പൂസൻ ഇപ്പോൾ ഒരു മുടിയിൽ താജ്മഹൽ പണിയാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം മുടി കുറച്ച്
കുറച്ച് അത്യാവശ്യമൊക്കെ നന്നായി വലുതായിട്ടുണ്ട്. അങ്ങനെ കണ്ണൻകുട്ടനെ അത്യാവശ്യം നന്നായിട്ട് ഫീഡ് ചെയ്തിട്ട് കണ്ണനെ അമ്മഴത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൂസനെ കുറച്ച് നേരം മടിയിലൊക്കെ ഇരുത്തി ഞങ്ങളത് ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത്ര സമയമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അവരെവിടേക്കാണ് പോയേ? അതേ വിൻചേട്ടനും ഇതമ്മ അവര് വരുന്നു. ഇയാളോടല്ല യെസ്, ഫൈനലി നമ്മുടെ ദേവുട്ടിയുടെ അരങ്ങേറ്റം കഴിഞ്ഞു ഗൈസ്. അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. ആള് നല്ല നീറ്റായിട്ട് കളിച്ചു. നല്ല അരമണ്ഡലത്തിലൊക്കെ നിന്ന് സൂപ്പറായിട്ട് ചിരിച്ച് കളിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര പൊതുവെ ഇഷ്ടമായി. പിന്നെ ആളുടെ ഗ്രൂപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളാണ് ഏറ്റവും കുഞ്ഞു ബേബി. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കുറവും ഇല്ല. അത് അടിപൊളിയായിട്ട് ആളും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും കൂടുതൽ ലാഗും കാര്യങ്ങളൊന്നും വരാതെ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ കാറിൽ നിന്ന് തന്നെ അത്യാവശ്യം കണ്ണനെ ഫീഡ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ആൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പം ആൾക്ക് വിശന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ കേട്ടോ ഞാൻ ഫീഡ് ചെയ്ത് ഒരു ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫീഡ് ചെയ്തു. ആൾ പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരൊക്കെ ഉണ്ടല്ലോ എടുക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ വിചാരിച്ച് ധൈര്യത്തിനങ്ങ് പോയതാണ്. പിന്നെ നമ്മൾ നേരെ ഇച്ചിരി ലേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. കാരണം കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ അഴിച്ചു കൊടുക്കണം, ആക്സസറീസൊക്കെ കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അടുത്തൊരു ഫുഡൊക്കെ കഴിച്ചു. ദോശ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചു. പിന്നെ പനീർ ബട്ടർ അല്ലല്ലോ, നമ്മൾ ബട്ടർ ചിക്കൻ, ചപ്പാത്തി അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചത്. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ കൊടൈക്കനാൽ, തമിഴ്നാട് ആ ഭാഗത്ത് പോണ സമയത്ത് അവിടെ മിക്കതും ഇങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരെണ്ണം കഴിക്കുന്നത്. കുഞ്ഞിക്കുടത്തിലൊരു കുഞ്ഞ് ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഇവർ വിനിച്ചേട്ടൻ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് മുറ്റിച്ചൊരു പാലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 5 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.